ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപം വന്നതുമൂലം ദാവീദിന് നഷ്ടപ്പെട്ടത് എന്തെല്ലാം? ഞാനൊരു 15 കാര്യങ്ങൾ ഓടിച്ച് പറയാം. 51 സങ്കീർത്തനം എടുത്തു വെച്ച ഇനി ദാവീദിന് പാപബോധം കിട്ടിയപ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം അകത്ത് കത്തിയപ്പോൾ തന്നെത്താൻ കണ്ടു ജീവിതത്തിൽ എന്തെല്ലാം കൈമോശം വന്നുപോയി, പാപം വരുത്തിയ വിനകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം 51:2-7 വായിച്ച്. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. 7ാമത്തെ വാക്യം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ ഒന്ന് കഴുകണം. അപ്പൊ എന്ത് നഷ്ടപ്പെട്ടു? വിശുദ്ധി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. വിശുദ്ധി നഷ്ടപ്പെട്ടു, നിർമ്മലത നഷ്ടപ്പെട്ടു. ദൈവമക്കളെ, അത് നിങ്ങൾ ദാവീദിനെ കുറ്റം പറയാൻ വേണ്ടല്ല കേട്ടോ പറയുന്നത്. ദാവീദ് ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് കേൾക്കുന്നുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങളും വരണം. ദാവീദ് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞോ, സത്യമാണ് സാറ് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കഠിന ഹൃദയത്തോടെ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കൊരു മാറ്റം വന്നു. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഞാൻ അശുദ്ധനാണ് എന്ന്, എൻ്റെ വിശുദ്ധിയെല്ലാം കൈമോശം വന്നുപോയി എന്ന്. ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന ശരീരം വേറൊരു പെണ്ണുമായിട്ട് വേണ്ടാത്ത വൃത്തികെട്ട പാപത്തിന് വിട്ടുകൊടുത്ത് ദൈവം മലീമസമായി പോയി എന്ന്. എൻ്റെ നിഷ്കളങ്കതയും പരമാർത്ഥ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്ന്, അഴുക്ക് പറ്റി വിശുദ്ധി നഷ്ടപ്പെട്ടു. 51:3 വായിച്ച 2ാമത്തെ കാര്യം. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. 2ാമത്തെ കാര്യം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയെ എപ്പോഴും ഞാൻ എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. തേജോമയനായ ദൈവം മുന്നിൽ, ദാവീദ് പുറകിലായിരുന്നു. യഹോവയെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ വെച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴോ കണ്ണടയ്ക്കണ്ട, ചുമ്മാ നിന്ന് കഴിഞ്ഞാലും ഞാൻ എന്നാ കാണിച്ചത്? ആ ഒരു നല്ല മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും ആ സ്ത്രീയെ ചീത്തയാക്കിയതും കൺമുമ്പിൽ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന പാവമാണ് വരുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ ഇപ്പം എന്നാ തെളിഞ്ഞു വരുന്നത്? കാൽവറി നിങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശുക്രിസ്തു സ്നേഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നുണ്ടോ? ഞാൻ വാക്യമായിട്ട് പിന്നീട് നമുക്ക് ധ്യാനിക്കാം. ദൈവമക്കളെ, അനേകം അനുഭവം കേട്ട് ഞെട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ നാളൊരു കൊച്ചം വന്നു, സാറ് ഞാൻ വായിക്കുമ്പോഴും അതെ കിടക്കുമ്പോഴും അതെ എല്ലാം കേൾക്കേണ്ടി, ഞാനാ പ്രേമിക്കുന്ന പെണ്ണ് അത് വേണ്ടാന്ന് വെച്ചെങ്കിൽ അതാ കൺമുമ്പിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. വേറെ ചില വൃത്തികെട്ട കാര്യങ്ങളാണ്, അതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ദൈവമക്കളെ, കൺമുമ്പിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഇപ്പോൾ വൃത്തികെട്ട പാവമാണ് കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നത്. 3ാമത്തെ കാര്യം തന്ന 8ാമത്തെ വാക്യം വായിച്ച്. 8. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഒരു സമയത്ത് എനിക്ക് സന്തോഷവും ആനന്ദവും ഉല്ലാസവും ഉണ്ടായിരുന്നു. നാവിൽ സ്തുതിയൊക്കെ ഉണ്ടായിരുന്നു. നന്ദി പറഞ്ഞൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര സന്തോഷത്തോടെ പാടിയതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നന്ദിയുടേതായ സ്തുതിയും സ്തോത്രവും ആനന്ദഘോഷവും എല്ലാം നാവിലുണ്ടായിരുന്നു. തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആനന്ദവും സന്തോഷവും നഷ്ടപ്പെട്ടു. 4ാമത്തെ കാര്യം എന്താ? 9ാമത്തെ വാക്യം വായിച്ച്. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് ഞാൻ ആ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി എന്നിലേക്ക് നോക്കല്ലേ, ഞാൻ അത്രമാത്രം വൃത്തികെട്ടവനാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൻ്റെ ആസ്വാദനം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖവും സന്തോഷവും തലോടലും ഞാൻ വാച്യാർത്ഥത്തിൽ അനുഭവിച്ചതായിരുന്നു. ഇപ്പോൾ ദൈവം അടുത്ത് വരുമ്പോൾ പേടിയാണ്. ദൈവമക്കളെ, ഒരു സമയത്ത് ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ ഇപ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ രുചി അനുഭവിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിലൊക്കെ ഒരു ബന്ധമൊക്കെ കിട്ടുന്നുണ്ടോ? ദൈവമക്കളെ ഒന്ന് വിളിക്കുന്നതും സംസാരിക്കുന്നതും ദൈവമക്കളെ കാണുന്നതും ദൈവമക്കളുടെ ഭവനം സന്ദർശിക്കുന്നതും ഒക്കെ ഇപ്പോൾ ഒരു ഭാരമാണോ അതേ ഒഴിഞ്ഞു മാറാനാണോ തോന്നുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെട്ടു.
10-ാമത്തെ വാക്യം വായിച്ച്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. ദൈവത്തിന് എനിക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു ദൈവമേ. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോഴേക്കും ദൈവത്തിന് സ്തോത്രം, ഞാൻ പട്ടിണിയായിട്ട് നടന്നപ്പോൾ ആട്ടിൻതൊഴുത്തിൻ്റെ വാതുക്കൽ മഞ്ഞും മഴയും എല്ലാം കൊണ്ട് കിടന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിലൊരു നിഷ്കളങ്കതയുണ്ടായിരുന്നു, ഒരു പരമാർത്ഥതയുണ്ടായിരുന്നു, ഒരു നിർമ്മലമായ സ്നേഹം മനുഷ്യനോടും ദൈവത്തോടും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിർമ്മലത നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പിന്നീട് വന്നുള്ള അത് നിങ്ങളെപ്പോഴും കൊതിക്കണം കേട്ടോ. വേറെ ഒന്നും വേണ്ട ദൈവമക്കളെ. ഞാൻ പറയും, ചില വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല. ഞാനിവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഈ വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് ഫുൾ സ്ലീവൊക്കെ ഇട്ട് വേദപുസ്തകത്തിന് മുമ്പിൽ നിൽക്കുന്നതായ ഒരു ദൈവദാസനെ അല്ല ദൈവം കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതിനകത്തൊരു യഥാർത്ഥ മനുഷ്യനുണ്ട്. ആ കണ്ണ് മുഴുവൻ അകത്തേക്കാണ് ചെല്ലുന്നത്. എനിക്ക് ആകെയുള്ള ഈ കാലത്തെ പ്രാർത്ഥന അതാണ്. ഒരാന്തരിക വിശുദ്ധി, ഒരാന്തരിക നിർമ്മലത. ദൈവത്തിന് സ്തോത്രം. ഒരാന്തരിക ആരും കാണാത്തൊരു നിഷ്കളങ്കത. ഒരാളുടെയും അംഗീകാരമോ കൈകൂപ്പലോ പ്രശംസയുടെ വാക്കുകളോ ഒന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ ഇത്രയും കാലം വന്നു, ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി. നഥനയേലിനെ കുറിച്ച് പറയും, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. എത്ര സുന്ദരമായ മധുരതരമായ ഒരഭിപ്രായമാണ് കർത്താവ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത്. എന്നെക്കുറിച്ചൊന്ന് പറയണ്ടേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ലേ സ്വർഗം തുറക്കുന്നത്. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം വീണ്ടും വായിച്ച്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. അടുത്ത വാക്ക്, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിങ്ങൾക്ക് മനസ്സിലായോ? പാവം വന്നപ്പോൾ എന്ത് പറ്റി? ആത്മാവ് പോയി. എനിക്ക് ആ ഒരു പുതിയ ആത്മാവിനെ തരാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മാവ് പ്രാവ് പോലെ അങ്ങ് പറന്നുപോയി. ഇപ്പൊ തനി ജഡീകനാണ്. വിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്, അശുദ്ധിയുടെ ആത്മാവാണ്, അഹങ്കാരത്തിൻ്റെ ആത്മാവാണ്. അറക്കാനും മുടിക്കാനും വരുന്നതായ ആ പൈശാചികനാണ് കയറിക്കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവനെന്ത് മനസ്സിലായി? നമ്മളെന്താ ചിന്തിക്കുന്നത്? ദാവീദിന് വ്യക്തമായി തിരിഞ്ഞു നോക്കി എന്തെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതായ സുബോധം കിട്ടി. മുടിയനാത്രന് സുബോധം കിട്ടിയില്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോഴാണല്ലോ ഞാൻ നശിച്ചു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും, ഞാൻ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് നശിക്കേണ്ടവനല്ല. അതുപോലെ ദൈവത്തിൻ്റെ സ്തോത്രം, പരിശുദ്ധാത്മാവ് മാറിപ്പോയി എന്ന് മനസ്സിലായി. 11-ാമത്തെ വാക്യം, നിന്റെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ആരും തള്ളിക്കളഞ്ഞതല്ല. എല്ലാവരും ഒന്ന് കേട്ട്, പാപം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ തള്ളപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു വാക്യം ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പാപവും നീയും രണ്ടാകാതെ ദൈവവും നീയും ഒന്നാകാമെന്ന് വിചാരിക്കരുത്. പാപവും നീയും രണ്ടാകാതെ ദൈവവും നീയും ഒന്നാകാമെന്ന് വിചാരിക്കരുത്. ദൈവസന്നിധിയിൽ നിന്ന് പാപം വന്നതുകൊണ്ട് നീക്കപ്പെട്ടു. അടുത്ത കാര്യം എന്താ? 12-ാമത്തെ വാക്യം വായിച്ച്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. ദൈവത്തെ രക്ഷയുടെ സന്തോഷം, അതൊരു മനോഹരമായ സന്തോഷമാണ്. പാപം ചെയ്യുമ്പോഴുള്ളതായ സന്തോഷവും രസവും സുഖമൊക്കെ അനുഭവിച്ചതാണ്. ദൈവത്തിന് കള്ളുകുടിക്കുമ്പോഴുള്ളതായ ആ ഒരു ലഹരിയൊക്കെ അനുഭവിച്ചതാണ്. വേണ്ട ദിനത്തിന് വേണ്ടി ദൈവത്തിന് സുഖിച്ച് ഉളച്ച് നടന്നപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെയോ മദ്യത്തിൻ്റെയോ പെണ്ണിൻ്റെയോ ഒക്കെ ആ സാന്നിധ്യത്തിന് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിച്ചതാണ്. പക്ഷേ ദൈവം അതൊന്നും എനിക്ക് തൃപ്തി തരുന്നില്ല. എനിക്കൊരു വലിയ സ്വത്ത് നഷ്ടപ്പെട്ടു, ഒരു നിധി നഷ്ടപ്പെട്ടു. എന്താണ്? രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. രക്ഷയുടെ മകൾ സന്തോഷം, അതാണ് സുവിശേഷം. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. അടുത്ത കാര്യം 13-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. തെറ്റ് ചെയ്ത ദൈവമക്കളെ ശരിയിലേക്ക് നയിക്കുന്ന ഒരു ദൗത്യം ദൈവം എന്നെ പരമേൽപ്പിച്ചു. ഞാൻ അത് നിർവഹിച്ചുകൊണ്ട് നടന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതിക്രമക്കാരെ വീണ്ടും
വഴി പഠിപ്പിച്ച് ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തണം എന്നെനിക്കുണ്ട്. പക്ഷെ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. അടുത്ത കാര്യം, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. ഒരു ഉപദേശി പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നു. ജീവിത വിശുദ്ധിയെക്കുറിച്ചും കുടുംബ സമാധാനത്തെക്കുറിച്ചും ഭാര്യാഭർത്തൃ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി പ്രസംഗിച്ചു. ആദ്യത്തെ ദിവസം അതെ. രണ്ടാമത്തെ ദിവസവും ഈ വിഷയം തന്നെ. ആ ഒരു ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളാകണം, കുടുംബം സ്വർഗമാകണം, ഭാര്യ അതുപോലെ സ്നേഹിക്കണം, ഈ വിഷയം നമുക്ക് നാളെയും ചിന്തിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം അത് പറഞ്ഞു തീർന്നില്ല. ഭാര്യ ചുമ്മാ പറഞ്ഞാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഭാര്യ ഒരു പായ് ഇങ്ങനെ തെറുത്തതുമായിട്ട് സ്റ്റേജിലേക്ക് ഇറങ്ങിച്ചെന്നു. അധ്യക്ഷനായിരിക്കണം അച്ഛൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഈ പായുമായിട്ട് ഇങ്ങോട്ട് തന്നെ? ഞാൻ ഇത്ര നല്ല മനുഷ്യനെ കൊടുത്ത് ഒരു രാത്രിയെങ്കിലും ഈ സ്റ്റേജിലൊന്ന് കിടക്കട്ടെ. വീട്ടിൽ കിടക്കപ്രതിയില്ല. ഈ പറഞ്ഞതായ മനുഷ്യൻ്റെ കൂടെ സ്വസ്ഥയോടെ വീട്ടിൽ കിടക്കാൻ ഒക്കില്ല. ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ദിവസം എങ്കിലും 1 മണിക്കൂറെങ്കിലും സമാധാനത്തോടെ അച്ഛൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കിടക്കട്ടെ. ദൈവമക്കളെ, അത് വളരെ തമാശയായിട്ട് തോന്നിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യമുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കുറ്റം കാണുന്നവർക്ക് ഒരു കാര്യവും പറയുവാൻ ഇല്ലാത്ത വിധത്തിൽ ദാനിയേലിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ യഹോവയുടെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ ഒരു കുറ്റവും പറയാനായിട്ടില്ല. ദൈവനാമ മഹത്വം ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. സത്യ ഉപദേശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടെ അറിയുവാൻ തക്കോണം ജീവിതം സംസാരിക്കുന്ന ദൈവമക്കളായിരിക്കണം. ആ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. അടുത്ത കാര്യം എന്താണ്? 14-ാമത്തെ വാക്യം. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ രക്തപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ കൊലയ്ക്ക് കൊടുത്തില്ലേ, വെട്ടിക്കൊന്നപ്പോൾ ഒഴുകിയതായ രക്തം കറ പോലെ മനസാക്ഷിയെ കറപിടിപ്പിച്ച് കറുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഹൃദയത്തിൻ്റെ സ്വസ്ഥത. ഹല്ലേലൂയ. രക്തക്കറ പറ്റിയതായ ഒരു മനസാക്ഷി. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാനായിട്ട് ഇടവരരുത്. അതാണ് ഹൃദയത്തിൻ്റെ ഒരു പ്രാഗൽഭ്യമാണത്. കാരാഗ്രഹത്തിൽ പൗലോസ്ലീഹായെ തല്ലിക്കൊല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. കൈയും കാലും ഒക്കെ ആമത്തിലാണ്. പക്ഷെ അകത്തുള്ളതായ സ്വസ്ഥതയുടെ സന്തോഷത്തിൻ്റെ പാട്ട് നിർത്താനായിട്ട് പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം 15-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കള് അത് ഓർക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരാധന, സ്തുതി, സ്തോത്രം നിന്നുപോയി. വാ തുറക്കണില്ല. അങ്ങനെ കാണാം. നിങ്ങൾ എവിടെ പോയി ദൈവമക്കളെ? അതൊക്കെ അടുക്കളയിൽ നിന്ന് സ്തുതിയാണോ, അത് പരിഭവത്തിന് ശബ്ദമാണോ? ഒന്ന് ഉണരട്ടെ കൂട്ടായ്മ, ശക്തി പ്രാപിക്കട്ടെ. ആത്മാവിൻ്റെ ആരാധന, അറിവൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ബാക്കി ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. അടുക്കളയിൽ നിന്നും, വേലസ്ഥലത്ത് നിന്നും, ഓഫീസിൽ നിന്നും, വണ്ടി ഓടിക്കുമ്പോഴുമെല്ലാം ദൈവത്തിന് സ്തോത്രം, സ്തുതിയുടെ ആരാധന. എനിക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരിക്കൽ കളമശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് ഞാൻ തന്നെ വണ്ടി ഓടിക്കണേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 പ്രാവശ്യം ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്തു. അപ്പം എൻ്റെ പഴയ വണ്ടിക്ക് അതിന് AC ഒന്നുമില്ല. അപ്പോൾ ഗ്ലാസ് തന്നാ കിടക്കണം. ഒരു ബൈക്ക് കൂടെ പോകുമ്പോൾ ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്ന് കേൾക്കാം. എൻ്റെ ദൈവമേ, ഞാനും കടന്നുപോയത് ആരാന്നറിയാൻ പാടില്ല. പിന്നെയും ഒന്നോടെ ക്രോസ് ചെയ്യുമ്പോഴേക്കും അവിടെ നിന്ന് കേൾക്കാം ഹല്ലേലൂയ, ഈ വണ്ടിയിൽ തന്നെ. ഞാൻ പറയും, നമുക്ക് നോക്കാം ആരാന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എറണാകുളം എത്തുന്നതിന് മുമ്പ് ഞാൻ മുമ്പിൽ പോയി. അദ്ദേഹം പുറയിലെ എന്നോട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂട്ടായ്മ ഇച്ചിരി പൊക്കമുള്ള, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾ. കാറിൽ പോകുന്നവർക്കും കേൾക്കാം റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന ആളുടെ സ്തുതി. വേണ്ടേ നമുക്ക്? വീട് വലുതായ മതിയോ? സൈക്കിൾ ഓടിക്കാൻ വിഷമിച്ചവർ കാർ മേടിച്ചാൽ മതിയോ? എണ്ണം ഇല്ലാത്ത വിധത്തിലായിരിക്കുന്നതായ ചുരിദാറും സാരിയും പാൻറ്റും ഷർട്ടും ഒക്കെ കിട്ടിയാൽ മതിയോ? കൂട്ടായ്മയിൽ വരുന്ന കാറുകളുടെ എണ്ണം കൂടിയാൽ മതിയോ? ആളുകളുടെ എണ്ണം കൂടിയാൽ മതിയോ? ആരാധന ഉയരുന്ന ദൈവമക്കളും കുടുംബങ്ങളും ഉണ്ടാകണം. ദൈവത്തിന് പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഗൗരവത്തോടും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയോടും പറയട്ടെ,
ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആവശ്യമായിരിക്കുന്ന ചില കാര്യപരിപാടികൾ നവീകരണമൊന്നുമല്ല. നമ്മുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യമായിരിക്കുന്ന പൂർവീകരണമാണ്. പാപത്തോർത്തുള്ള കരയുന്ന ഒരു കൂട്ടം ആളുകൾ, രക്ഷയുടെ സന്തോഷത്തിൽ ഉയർന്ന ഈ ആരാധനയുടെ ശബ്ദം, പാട്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളികളാകുന്നായ സ്നേഹത്തിന്റെ ഒഴുക്ക്. അധരങ്ങൾ അടഞ്ഞുപോയി, സ്തുതി നിന്നുപോയി, അകത്ത് ജീവന്റെ കണിക പോലുമില്ല, നന്ദിയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഒരവസ്ഥാവിശേഷം മാറിയേ പറ്റുകയുള്ളൂ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. അധരങ്ങൾ അടഞ്ഞുപോയി, സ്തുതി നഷ്ടപ്പെട്ടു. അടുത്ത കാര്യം എന്താണ്? 16ാമത്തെ വാക്യം വായിച്ചേ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ യാഗവുമായിട്ട് എൻ്റെ അടുക്കൽ വരണ്ടെന്നാ ദൈവം പറഞ്ഞു. നീ രാജാവായിരിക്കും. അന്ന് ഒരു സമയത്ത് ഒരു ആട്ടിൻകുട്ടിയെ വേണ്ട, ആടുകൾ വല്ലവരുടെ ആയിരിക്കും. നീ ഒരു പ്രാവിൻകുട്ടിയെ പോലും യാഗമർപ്പിക്കാൻ ഇല്ലല്ലോ എന്നോർത്ത് കരഞ്ഞു. പക്ഷേ നിന്റെ യാഗത്തിലും സ്തുതിയിലും ഞാൻ സുഗന്ധം മണത്തിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ 1000 ആടിന് ഒന്നിച്ച് യാഗമർപ്പിക്കാൻ തക്കവണ്ണം ദാവീദിന് കരുത്തുണ്ട്, ശേഷിയുണ്ട്. പക്ഷെ ദൈവത്തിന് പ്രസാദമില്ല. ദൈവത്തിന് സ്തോത്രം. ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവത്തിന് സ്തോത്രം. വഴിപാട്, ദൈവമക്കളെ, അതെന്താണ്? എൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 14ാമത്തെ വാക്യം വായിച്ചു. 1:14. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. നിങ്ങളെല്ലാവരും കേക്ക്. നിങ്ങളുടെ പെരുന്നാളും നിങ്ങളുടെ ആരാധനയും കൂടിയവരും ഒക്കെ ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ദൈവത്തിന് സ്തോത്രം. അപ്രകാരമുള്ള കുറെ ആളുകൾ ഒന്നിച്ചു കൂടി വരുന്നത് കണ്ടിട്ട് എനിക്കങ്ങ് വഹിക്കാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. ആരെക്കുറിച്ചാണെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പള്ളിക്കാരെ കുറിച്ച് മാത്രമാണോ? കൂട്ടായ്മയിൽ വരുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവം വ്യക്തിപരമായി കാണുമ്പോൾ പ്രസാദിക്കുന്ന ജീവിതമാണോ? ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊള്ളാം. ഇപ്പോൾ ഞാൻ പോയിന്റുകൾ പറയാനാണ് ഉദ്ദേശിച്ചത്. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ഞാനവ സഹിച്ച് നിങ്ങളെ യാഗം അർപ്പിക്കാനായിട്ട് പള്ളിയിലേക്ക് വരുമ്പോഴേക്കും ഞാൻ മടുത്തു. ദയവ് ചെയ്ത് എന്ത് വേണം? താഴത്തേക്ക് വായിച്ചേ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. എന്ത് ഞെട്ടിപ്പിക്കുന്ന വാക്കുകളാണ് ദൈവമക്കൾ. ഞാൻ പറഞ്ഞാണ് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. തന്നിനായിരിക്കുന്ന പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തി വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. ഇവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. എല്ലാവർക്കും മനസ്സിലായോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഉടനെ കൈമലർത്തും. ആ കൈ കാണുമ്പോഴേ ദൈവം, അയ്യോ എനിക്ക് കാണണ്ട, ഇന്ന് നിങ്ങൾ കഴിവ് പ്രാപിച്ചേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൈ മലർത്തുമ്പോൾ അനുഗ്രഹം പകർന്നു തരാൻ തക്കോണം കൈകൾ വിശുദ്ധമായിരിക്കണം. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ പുസ്തകത്തിലില്ലേ അത്? നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തരംഗവും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ചിന്താഗതികളും വിശുദ്ധമല്ല എങ്കിൽ നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും, അടുത്ത വാക്കെന്താ? ഞാൻ കേൾക്കയില്ല. എല്ലാവരും സ്ത്രീകളൊക്കെ കേട്ടോ അത്? സഹോദരി, ജീവിതം മാറ്റ്. സഹോദര, നിന്റെ പ്രവൃത്തിയും നിന്റെ മനോഭാവവും മാറ്റ്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എന്നിട്ട് വന്നാ മതി എന്ന ദൈവം പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. എന്നിട്ട് വാ. വായിച്ചേ. നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് വെടിപ്പാക്കുക. ദൈവമേ, കഴുകാനുള്ള വഴി കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവമക്കൾ അകവും പുറവും വിശുദ്ധരായിരിക്കണം. എനിക്കിത് ബാധകമാണല്ലോ. നമുക്ക് മനഃപൂർവ്വം പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്നതായ മനസ്സ്, തകർന്നുറുകിയതുമായിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർച്ച നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. തകർച്ച നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് തിരികെ തരണമേ ദൈവമക്കളെ. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തില്ലേ?
ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഉള്ള നുറുങ്ങി ഒന്ന് കരയാനുള്ളതായ ഹൃദയ തകർച്ച അനുതാപം എനിക്ക് തരണമേ. ഹൃദയ തകർച്ച നഷ്ടപ്പെട്ടു. 18-ാമത്തെ വാക്യം വായിച്ച് 18-ാമത്തെ വാക്യം. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? പാപം വരുമ്പോൾ എന്താ സംഭവിച്ചതറിയാമോ? സംരക്ഷണം അതിലെല്ലാം പൊളിഞ്ഞുപോയി. ദൈവത്തിന്റെ സംരക്ഷണം അതിലെല്ലാം പൊളിഞ്ഞുപോയി. ദാവീദിന്റെ ജീവിതത്തിലേക്ക് വേശ്യാവൃത്തിയുടെ ചെകുത്താനും മദ്യത്തിന്റെ ചെകുത്താനും കൊലപാതകത്തിന്റെ ചെകുത്താനും എല്ലാം ഓടിക്കേറി വന്നു. ഇന്ന് അനേകരുടെ ദൈവത്തിന് സ്തോത്രം സംരക്ഷണം അതിൽ തകർന്ന് പൊളിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. വീടിന് ചുറ്റും നല്ല മതിൽ കാണും, നല്ല ഒന്നാന്തരം ഗേറ്റ് കാണും. രാവിലെ ഇറങ്ങുമ്പോഴരികിൽ കാവലനിക്കാത്ത രക്തം. ദൈവത്തിന് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തങ്കച്ചോരയുടെ ഒരു സംരക്ഷണം മതിൽ. ഞാൻ എന്നും പ്രാർത്ഥിക്കും. കാൽവറിൽ കത്തിയതായ തീജ്വാലയുടെ ഒരു തീമതിൽ. അതാണ് നമ്മുടെ സുരക്ഷിതത്വം. ഹല്ലേലൂയ. സംരക്ഷണം അതിൽ പൊളിഞ്ഞുപോയി എന്ന് ദാവീദിന് മനസ്സിലായി. വേണ്ടാത്ത വൃത്തികെട്ട ചെകുത്താന്മാരെല്ലാം കയറി വന്നു. 19-ാമത്തെ വാക്യം എന്താണ്? 19-ാമത്തെ വാക്യം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. ദൈവത്തിന് എൻ്റെ യാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവത്തിന് സ്തോത്രം. വേദോസ്തകം അടച്ചു. എൻ്റെ യാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവം, നീ ഈ ദാവീദെ ഈ സ്ഥിതിയിൽ നിന്റെ യാഗം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പാപക്കറകളെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കുവീൻ. അതിനെന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ ആ കാര്യം ചെയ്ത് ഇങ്ങനെ വന്ന പോലെ അങ്ങ് പോയാൽ മതിയോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാപക്കറ കഴുകുവാനുള്ളതായി തങ്കച്ചോര പൊട്ടി ഒഴുകുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ തുറക്കപ്പെട്ടതായി തിരുവലായിൽ നിന്ന് കുഞ്ഞാടിൻ്റെ തങ്കച്ചോര വാർന്നടിക്കുന്നതായ ആ രംഗത്തേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ഞാനും വരികയാണ്. ജീവിതത്തിൽ കറപറ്റിവര്, കയ്യിൽ കറപറ്റിവര്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോര. ഹല്ലേലൂയ. സകലഭാവം പൊക്കി ശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം ഇപ്പോൾ ആർക്കെല്ലാം വേണം? വിശ്വാസത്തോടെ ക്രൂശിനോട്ടിലേക്ക് ആരെല്ലാം വന്നു എന്നേക്കുമായി പാപത്തോട് യാത്ര പറഞ്ഞു ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച്, മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ. പൊന്നു കർത്താവേ, ഞാൻ തീരുമാനമെടുക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ സകല പാപക്കറകളും കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടപ്പോൾ ഒഴുകി വന്ന തങ്കച്ചോര കൊണ്ട് ഒന്ന് കഴുകി രക്താംബരം ഹിമം പോലെ ഒന്ന് വെളിപ്പാക്കിയാൽ ഇന്നു മുതൽ ഞാൻ കറപറ്റാതെ ജീവിച്ചു കൊള്ളാം എന്ന് ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട് അവരുടെ തലമേൽ അരുമനാഥൻ്റെ കരം വരും. സ്വർഗം പാപങ്ങൾ മോചിക്കും. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.